ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡസ്റ്റ് കവറിൽ അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഒരു തീപ്പെട്ടിക്കൂടാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചെടുത്ത് ഇതുപോലെ ഡസ്റ്റ് കവർ ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് പേപ്പർ കൊണ്ട് ഇത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു പേപ്പർ എടുക്കുക, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കുക. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അവക്കാഡോ അതുപോലെ തന്നെ ചെറീസാണ് ചെയ്തിട്ടുള്ളത്. ഈ അവക്കാഡോ എൻ്റെ അടുത്ത് അത്രയ്ക്ക് എങ്ങനെ നന്നാവില്ല, എന്നാലും ഞാൻ പരമാവധി ശ്രമിച്ച് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളാം. പിന്നീട് ഞാൻ ഒരു ഗിഫ്റ്റ് ബോക്സാണ് ചെയ്തെടുത്തുള്ളത് കേട്ടോ. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഒരാൾക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ജേണൽ സപ്ലിമെൻറ്റ്സ് ആണ്, അതുപോലെ തന്നെ വാഷി ടേപ്പ്, കുറച്ച് കാര്യങ്ങളാണ്. ഈ കുഞ്ഞു ബോക്സിൽ കുറച്ച് ചോക്ലേറ്റ് ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ ഞാൻ കുറച്ച് നെയിൽ പോളിഷ്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, പിന്നെ ഇവിടെ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ആണ്, പിന്നെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും കൂടി വെച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടായിരുന്നു, പക്ഷേ അതൊക്കെ എനിക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെയാണ് കുറച്ച് വീഡിയോസും കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് കളറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ കളറിലേക്ക് കുറച്ച് ഫെവിക്കോളും അതുപോലെ തന്നെ പശയാണ് തേച്ചിട്ടുള്ളത്. പിന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും പൗഡറാണ്. ഇത് ഞാൻ അത്രയ്ക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ക്ലേ വെച്ചിട്ടുണ്ടാക്കിയാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. പിന്നെ ഞാൻ കുറച്ച് ജേർണലിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ച് നോക്കുമായിരുന്നു കേട്ടോ, ഒക്കെ ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഈ ഒരു ചെടി സ്റ്റാൻഡ് അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതിയതായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ കാർഡാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെന്ന് കാണാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. കുറച്ച് ബട്ടർഫ്ലൈസിനെ ഒന്ന് വെട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിവിടെ ഗിൽറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കളറും അടിച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനിരിക്കട്ടെ ഒരു ലൈക്ക്. സ്റ്റിക്കി നോട്ട് ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ത്രെഡ് നൂല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസിൽ വൈറ്റ് പേപ്പർ ഒടിച്ചിട്ട് അതിമൊന്ന് പെയിൻറ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ കളർ A4 വെച്ചാലും മതി. പിന്നെ നമ്മുടെ ഇവിടെ ഒരു നൂല് ഉപയോഗിച്ചിട്ടാണ് അതും വൈറ്റ് കളറൊന്ന് പെയിൻറ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നടുക്കൊരു ഡോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാർട്ടാണ്, അതൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് പെയിൻറ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ള കവായ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതൊന്ന് കളർ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ബ്ലാക്ക് ഒന്ന് കളർ കൊടുത്ത് ബോർഡർ വരയ്ക്കുന്നുണ്ട്. പശ തേച്ച് ഉണക്കുക, അതുപോലെ തന്നെ വാട്ടർ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമായിട്ട് ഒട്ടുന്നതായിരിക്കും. അതും പിന്നെ നല്ലൊരു ട്രിക്കാണ്. അത് ചെയ്യുന്നവർക്ക് നല്ല മനസ്സിലായിരിക്കും. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പശയാണ് കൂടുതലും ജേർണലിങ്ങിനൊക്കെ ഉപയോഗിക്കാറും. അത് നല്ല ക്യൂട്ടാണ്, നല്ല രസമാണ്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് വേണ്ട ഫോട്ടോസാണ് ഉണ്ടാക്കുന്നത്. അതും പാണ്ടയുടെ അതുപോലെ തന്നെ മഷ്റൂംസ് അങ്ങനത്തെയൊക്കെയാണ്. ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ A4 ആണ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ചും കൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് ഡാർക്ക് കളറുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് കേട്ടോ, ഇംഗ്ലീഷ് ഡയറി മാത്രമല്ല മലയാളം ഡയറിയും കൂടി ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ മുന്നൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രോയിങ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒന്ന് പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് മലയാളം എന്നൊക്കെ ഒന്ന് എഴുതുന്നുണ്ട്. ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ച് വരയ്ക്കുന്നത്. അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോളാം. അതിൻ്റെ മുൻഭാഗം എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജേർണലിങ് ചെയ്യുമ്പോൾ നിർബന്ധമാണ് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പെന്ന്. ഈ ഒരു പെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ പെന്ന് വെച്ചിട്ടാണ് ഞാൻ ജേർണലിങ് ചെയ്യാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും മറക്കണ്ട.